ഹായ് ഫ്രണ്ട്സ്, ഷാലു ബ്ലോഗ്സ് റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കണ്ടോ, ഇരുട്ടാണെങ്കിൽ മൊത്തം കറണ്ട് പോയിരിക്കണം. നല്ല ഇടിപൊട്ടലും മഴയാണേ. ഇത് പാലക്കാട് കൊല്ലങ്കോട് നമ്മുടെ കാമ്പത്തി ചെള്ളാപുരം മുതലമട ഭാഗം. ഇന്നലെ ഇവിടെ മഴയാണ് പെയ്തത്. ഇതേ സമയത്ത് എവിടെയൊക്കെ മഴ പെയ്തെന്നുള്ളത് അറിയില്ല. പക്ഷെ നല്ല ഉഗ്രനായ ഇടിപൊട്ടലും വാൾമിന്നലും അത്രയ്ക്ക് നല്ല മഴയാണ്. പക്ഷേ മഴയൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് കാലത്ത് ഒരു സംഭവം ഉണ്ടായി, ഞാൻ കാണിച്ചു തരാം. അത് വേറൊന്നുമല്ല, കേട്ടോ, വലിയ ഉഗ്ര മഴ. ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം കാണിച്ചു തരാവേ. ഇന്നലത്തെ ഒരൊറ്റ മഴ കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ് കാണിച്ചു തരാം. ഇതാണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞു സ്ഥലത്ത് കുറച്ച് സ്ഥലമുള്ള അവിടെ ഒരു 2 വാഴ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ വന്ന് എപ്പോൾ കൊലയ്ക്കും നോക്കി ഇങ്ങനെ നിൽക്കുക. കൊലച്ച് ഒരുവിധം ഒരു മൂപ്പാകണേ ഉള്ളൂ. കുറച്ച് ഒരു ഉപ്പേരിക്കുള്ള പാകമൊക്കെ ആയിട്ടുണ്ട്. മൂത്ത് പഴുക്കുന്നൊക്കെ മനസ്സിൽ എന്തൊക്കെയോ പ്രതീക്ഷകൾ. ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മളൊരു ചെടി വെച്ച് അത് വളർന്ന് വന്ന് അതിൽ നിന്നൊരു പഴം കഴിക്കുമ്പോൾ അത് സന്തോഷം വേറെയാണ്. അപ്പോൾ കണ്ടോ, ഇത്ര മൂപ്പാകണേ ഉള്ളൂ. ഈ ഒരു സൈസ് തന്നെ ആയിട്ടുള്ളൂ. അതങ്ങനെ ഇന്നലത്തെ മഴയോടെ അങ്ങനെ ഒടിഞ്ഞ് വാഴ അങ്ങനെ ചരിഞ്ഞതാ, ഓട്ടിലേക്ക് അങ്ങനെ കിടക്കുകയാണേ. കണ്ടോ, അങ്ങനെ ചരിഞ്ഞ് വന്നിരിക്കുകയാണെ. വളരെ സങ്കടം. മഴ കാറ്റത്ത് അത് അങ്ങനെ അതിന് ഓടൊന്നുമില്ല, അതായത് അതിന് താങ്ങി നിർത്താൻ ഒരു സപ്പോർട്ടൊന്നും ഇല്ലാതെ ഇപ്പോൾ 2 വാഴ, ഒന്ന് അങ്ങോട്ടേക്കും ചരിഞ്ഞു, ഒന്ന് പിന്നെ കൊലച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഒന്ന് കായ് കുറച്ച് മൂക്കാറായി നിൽക്കുമായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ അത് ഒടിഞ്ഞിട്ട് നമുക്ക് ഉപ്പേരി വയ്ക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഈ പഴം പഴുത്ത് കഴിഞ്ഞാൽ 2-3 ആഗ്രഹങ്ങളുണ്ടായിരുന്നു, കുറച്ച് പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ്. ഇത് കൊല വന്നപ്പോൾ മുതൽ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ വീഴാറായിട്ട് ഓട്ടിൽ മുട്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് അമ്പലത്തിലേക്കും പള്ളിയിലേക്കും ഒക്കെ ഈ പഴം പഴുത്ത് കഴിഞ്ഞാൽ കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, പഴുക്കട്ടെ, ഇത് വീഴാതെ എങ്ങനെയും നിന്ന് പഴുക്കട്ടെ. ഓക്കേ. അശുവിന് നഷ്ടമാണെന്ന് കാണിച്ചു തരാൻ പോകണം കേട്ടോ. ഇന്നലത്തെ ഒറ്റ മഴ കൊണ്ട് അശുവിനൊരു നഷ്ടമുണ്ടായി. വേറൊന്നുമല്ല, അവന് എൻ്റെ വീട്ടിൻ്റെ വേലിയിൽ ഒരു കുഞ്ഞു കിളിക്കൂടും ഒരു മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കുഞ്ഞു കിളിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ കാലത്ത് എണീറ്റ് നോക്കിയതാണ്. അതിലിപ്പോൾ തൂവൽ മാത്രമേ ഉള്ളൂ. ഇത് കിളി മഴ കൊണ്ടിട്ട് താഴെ വീണ് അങ്ങനെ പോയതാണോ, കാറ്റത്ത് വീണ് പോയതാണോ എന്നും അറിയില്ല. ഇനി വല്ല പൂച്ച എന്തെങ്കിലും വന്ന് പിടിച്ച് കൊണ്ടുപോയതാണോ എന്നും അറിയില്ല. ഇതിപ്പോൾ നല്ല ഭംഗിയുള്ള ഈ കൂട് മാത്രം ബാക്കി. അങ്ങനെ ഈ കായ് നല്ല രീതിക്ക് പഴുത്ത് കിട്ടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും അമ്പലത്തിലേക്കും പള്ളിയിലേക്കൊക്കെ കൊടുക്കുന്ന മറ്റൊരു വീഡിയോ കൂടി ചെയ്യാം. അങ്ങനെ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഷാലു വ്ളോഗ്സ് ആൻഡ് റെസിപ്പി. താങ്ക് യു.